ഗുഡ് മോർണിംഗ് ബ്രോ. പെരുന്നാൾ ആശംസകൾ. ജിംബുവോ അപ്പോ അച്ഛയുടെ പിറന്നാളല്ലേ, അമ്പലത്തിൽ പോണ്ടേ? കണ്ണു അമ്പലത്തിൽ പോണ്ടേ? വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു ചാനലിനെ പരിചയപ്പെടുത്തരാം കേട്ടോ. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരിയുടെയാണ്. ആളിപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ ഇത്. അതായത് കുട്ടികളൊക്കെ ഉള്ള അമ്മമാർ പാരൻസൊക്കെ ആണെങ്കിലും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു ചാനലാണ്. കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുടെ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, അതുപോലെ കീപ് സപ്പോർട്ടിങ് ഹർ. അപ്പം നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഇനിയിപ്പോൾ മാറിയിരിക്കണം. അവര് റെഡി ആവുന്നത് വരെ തുടർന്ന് പറ്റില്ലല്ലോ. ചേട്ടൻ പാലപ്പാട് പോകുന്നുണ്ട്. അപ്പൊ ഞാനും കൂടെ പോകും. അത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ എണീറ്റ് പ്രേറാപ്പണിയിലെ അല്ലെങ്കിൽ അവിടെ കടയ്ക്ക് പോകുന്നുണ്ടോ. അപ്പൊ അതിന് മുന്നേ ഞാനും ചേട്ടൻ കണ്ണനും കൂടെ ചായ കുടിക്കാൻ പോകണം. അപ്പോ ഫോൺ കാണുന്ന ചിലപ്പോൾ എണീച്ചിട്ടില്ല. കുഴപ്പമില്ല. മഴ മഴ കുടക്കുട മഴ വന്നാൽ അപ്പിക്കുടാ. ഇതാരാ? മറ്റേ ആദ്യ കുർബാന സ്വീകരിക്കാൻ പോവാണോ കണ്ണൻ? അച്ചടാ. അപ്പൊ ചേച്ചിയുടെ ടീഷർട്ട് ഇട്ടിരിക്കണേ. അല്ല, ജിംബുവിന്റെ ടീഷർട്ട് ഒറ്റ പ്രാവശ്യം ജിംബു ഇട്ടില്ല. അപ്പൊക്ക് ഔട്ട് ഓഫ് സൈസ് ആയി ജിംബുവിന്. കുഞ്ഞുമണി ഗുഡ് മോർണിംഗ്. എന്റെ ഞങ്ങളൊക്കെ ഇറക്കും. നമുക്ക് ചായ കുടിച്ചാലോ? ലെറ്റ്സ് ഗോ. പോയാലോ? ചായ കുടിക്കാൻ പോവാം. വണ്ടികൾ പോയി നോക്കാം. വലപ്പാടുള്ള ഒരു ചായ കഫേയിലാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ പജീറോ ഉള്ള അവിടെ വർക്ക്ഷോപ്പല്ല, വേറെ തൊട്ടിപ്പുറത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് വലപ്പാട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിത് കഴിച്ചത്. നല്ല എന്താ പറയുക, അടിപൊളി ചായ ആയിരുന്നു. അങ്ങനെ ഓവർ കടുപ്പില്ല, ഓവർ മധുരമില്ല, പിന്നെ നല്ല പക്കവടയായിരുന്നു കേട്ടോ. നൈസ് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കണ്ണനൊരു പ്ലേറ്റ് വാങ്ങിച്ചു. മക്കൾക്കൊന്നും വാങ്ങിച്ചില്ല, കാരണം രാവിലെ തന്നെ ഈ ഓയിലായിട്ടുള്ള ഐറ്റംസ് ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും കഴിച്ചു കേട്ടോ. കാരണം എനിക്ക് എന്താ പറയുക, പക്കവട, ഉള്ളിവട ഒക്കെ എൻ്റെ നാട്ടിലാണ് എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇവിടുത്തെ ഒന്നും എനിക്ക് ഉള്ളിവട, പക്കവട ഒന്നും എനിക്ക് ഇഷ്ടമില്ല. കാരണം ആ ഒരു ടേസ്റ്റേ വരില്ല കേട്ടോ. എൻ്റെ നാട്ടിൽ പക്കവട എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. എൻ്റെ പൊന്നോ, എന്ത് ടേസ്റ്റ്! കുഞ്ഞു കുഞ്ഞു ഉണ്ടയായിട്ട് മൈദയാണ്, എങ്കിലും നല്ല യമ്മി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കടന്ന് ചായ കൊടുത്തിട്ടുണ്ട്. കടന്ന് ഭയങ്കര ഇഷ്ടമാണ് ചായ കാപ്പിയൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെ കൊടുക്കാറേ ഇല്ല കേട്ടോ. മക്കൾക്കാണെങ്കിലും സാറ്റർഡേ സൺഡേസ് ആണെങ്കിലാണ് ഞാൻ അങ്ങനെ കൊടുക്കാറുള്ളത്. അപ്പോൾ വിനിച്ചേട്ടൻ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, മണി മാനേജർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ നല്ല തിരക്കിലാണ്. ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് കേട്ടോ. മന്ത്ലി നമ്മൾ എങ്ങനെയൊക്കെ മണി മാനേജ്മെൻറ്റ് ചെയ്യണു എന്നുള്ളൊരു ആപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മളിപ്പോൾ എവിടേക്കാ പോണെന്നറിയോ? നമ്മൾ പജീറോനെ കാണാൻ. പെയിന്റിങ് എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. അതെ, ബാക്കിൽ കണ്ടോ? കാണാം. കണ്ണം നോക്കണോക്കി. നോനോ ഇഷ്ടായ? അവിടെ ഫോൺ അവിടെ ഇരുന്നപ്പോ ഇഷ്ടായ? ഹായ് പറഞ്ഞേ. അച്ചടാ, ഇഷ്ടായ? നല്ല കുട്ടിട്ടാ. പക്ഷെ പഠിക്കണ സമയത്ത് നീ ഭയങ്കര ടർറാട്ട കാണാം. പഠിക്കുന്ന സമയത്ത് നീ ഒട്ടും ഞങ്ങൾക്കൊരു അതെ ഓണാണ്. എനിക്ക് കണ്ണ് കാണില്ലേ? കണ്ണാ, നീ പഠിക്കുന്ന സമയത്ത് നീ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. നീ ഒട്ടും ഞങ്ങൾ കെയർ ചെയ്യണില്ല കേട്ടാ. പഠിക്കണ സമയത്ത് ബുക്ക് പിടിച്ച് വലിക്കും, പെൻസിൽ പിടിച്ച് വലിക്കും. 2 പെൻസിൽ നിനക്ക് തന്നെ വേണം. അപ്പു ചേച്ചിയുടെ ബോക്സിൽ അമ്മ ഓൾറെഡി 2 പെൻസിൽ വെച്ചിട്ടുണ്ടോ? ഒന്ന് അപ്പു ചേച്ചിക്ക് ഒന്ന് കണ്ണു.
ഗൈസ് ഒരു ആഗ്രഹിച്ച് ഗിഫ്റ്റ് വാങ്ങിച്ചാൽ പറയാ ഓസ്മോ വാങ്ങിക്കാമായിരുന്നു. അങ്ങനെ പറയാൻ പറ്റുമോ? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്ക് വാച്ച് ഉണ്ട്, പക്ഷെ ഒരു ഒരു കുഞ്ഞൊരു അപ്ഡേഷൻ കയ്യില്. ആക്ച്വലി വാച്ചൊക്കെ അടിപൊളി വാച്ചുകളാണ്, പക്ഷെ അത് കുറെ നാളായി. പക്ഷെ അതൊക്കെ ഇപ്പോഴും ഇടാം, നൈസ് വാച്ചുകളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാൾക്ക് കയ്യിലൊരു അപ്ഡേഷൻ ആവല്ലോ. മേടിക്കാൻ വേണമെന്ന് ആഗ്രഹിച്ച ഇത്രയും കാശില്ല എന്റെ മക്കൾക്ക് വേണ്ടി. കേട്ട് കേട്ട് Good old times. പഴയ സമയത്തേക്ക് നമ്മൾ തിരിച്ചു പോകണം ഒരേ മേഖലയിലേക്ക്. അതെ അതെ, ഞാൻ ഇന്നലെ അത് വായിച്ചപ്പോ ഞാൻ അത് ചിന്തിച്ചു. എന്തോരം സ്ട്രാപ്പുകൾ പർച്ചേസ് ചെയ്തു. എന്തോരം സ്ട്രാപ്പടെ കിടക്കണു താഴെ കൂടെ ഒക്കെ, ഒന്നും കെയർ ചെയ്യാതെ. ആക്ച്വലി കഴിഞ്ഞ ബർത്ത്ഡേസ് അതിന്റെ മുന്നത്തെ എന്റെ ബർത്ത്ഡേ പോട്ടെ, ബർത്ത്ഡേ കഴിഞ്ഞ് വന്നതിൽ ഒരു കുഞ്ഞു റോസാപ്പൂ പോലും അറ്റ്ലീസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, പറഞ്ഞേ ഉള്ളൂ. എന്നാലും പോണ സമയത്ത് വാങ്ങിച്ചിട്ട് അതിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പജുറോണ കാണാട്ടാ. സത്യത്തില് ഭയങ്കര കണ്ണ് നിറയുണ്ടോ? അയ്യോ സത്യല്ലേ, എനിക്ക് കണ്ണ് നിറഞ്ഞു കേട്ടോ. എത്ര നാളെ നമ്മുടെ മുറ്റത്ത് അങ്ങനെ കിടന്നത്, ആ മുന്തിരി വള്ളിയൊക്കെ പടർന്ന് പന്തലിച്ച്. വീല് നോക്കി കണ്ണ പജീറ എവിടെ? കണ്ണ പജീറ എവിടെ? എവിടെ പജീറോ? കാനല്ല, പജീറ എവിടെ? ഇതാണ് പജീറോ. ഇത് കാണണ കണ്ണനെ പിടിക്കോ? വീഡിയോ എടുക്കട്ടെ. പജീറ ഇറങ്ങുമ്പോ എനിക്ക് ഡ്രൈവിംഗ് സെറ്റ് ആക്കണം. പിള്ളേരൊക്കെ എത്ര നാളതിന്റെ ഉള്ളിൽ കൂടെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജിംബു ആണോ അപ്പു ആണോ ടയറിന്റെ ഉള്ളിൽ കിടന്നുറങ്ങിയിട്ട് അല്ലേ? ജിംബു. ഇത് തന്നെയാണ് ആക്ച്വലി മാച്ചിങ് അല്ലേ, ഈ കളർ തന്നെ. നമുക്ക് കണ്ടിട്ട് യൂസ്ഡ് ആയിട്ടായിരിക്കും ചിലപ്പോ അല്ലേ. ഞാനുണ്ടാവുന്നതായിരിക്കും. കണ്ണു അച്ഛനെ നോക്കിയേ, ചിരിച്ചേ. കൊറക്ക ജിംബു തന്നെ അല്ലേ. എങ്ങനെ ഉമ്മ നോക്ക? അച്ഛക്കൊരു ഉമ്മ കൊടുത്തേ, അച്ഛന്റെ പിറന്നാളായിട്ട്. ഇപ്പൊ ഒരു സൗണ്ട് ഒക്കെ ഉണ്ട്. സന്തോഷായി. അയ്യോ അങ്ങനെ ബജീറോനെ കണ്ടിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ നമ്മൾ വിൻചേട്ടൻ്റെ ജിമ്മിലേക്കാണ് പോയത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ടവൽസ് ലോണ്ടറി എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കണ സമയത്ത് ഞാൻ വണ്ടി ഓഫ് ചെയ്ത് ഗൈസ്. എനിക്ക് ഒറ്റയ്ക്ക് ഓഫ് ചെയ്യാനൊക്കെ അറിയാട്ടോ, എല്ലാവർക്കും അറിയാൻ തന്നെ ആയിരിക്കും. എനിവേസ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. എനിക്ക് ആക്ച്വലി ഡ്രൈവിങ് എനിക്ക് ഭയങ്കര പേടിയാണ്, എന്നാലും കുഴപ്പമില്ല, എനിക്കത് സെറ്റാക്കി എടുക്കണം എന്തായാലും. അപ്പോൾ വിൻചേട്ടൻ ജിമ്മിലേക്ക് പോയ ആ ഒരു കുറച്ച് നേരം, എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം പോയിട്ടൊന്ന് ത്രെഡ് ചെയ്തു. കാരണം ആകെ കാട് പിടിച്ചിരിക്കുകയാണെങ്കിൽ ഭയങ്കര പേടിയാണ്, എനിക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ ശരിക്കും ത്രെഡ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ അത്രയും കപ്പാസിറ്റി കഴിയുന്ന സമയത്താണ് ഞാൻ ത്രെഡ് ചെയ്യാൻ പോകാറുള്ളൂ. പക്ഷേ എന്തായാലും ആ ഒരു ഗ്യാപ്പ് കിട്ടിയതോടുകൂടെ ഫേസൊക്കെ അങ്ങ് തെളിഞ്ഞു കേട്ടോ. കാരണം ത്രെഡ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും നമ്മളെ ഫേസിനൊരു ഐശ്വര്യം വന്ന പോലെയാണല്ലോ. അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർ രണ്ടാളും നേരെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. പിള്ളേർ രണ്ടാളും എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എണീച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. പക്ഷേ അപ്പോൾ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ പോയത് അറിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷേ ജിംബുവും എണീച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ, വലിയ കുട്ടികളായെന്ന് തോന്നുന്നുണ്ട്. അതിനി ഫോൺ കണ്ടിട്ട് അഡിക്റ്റ് ആയിട്ടാണെന്ന് എനിവേസ് എന്തായാലും വഴക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ വിൻചേട്ടൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഹോട്ട് സ്മൂത്തി കൊടുത്തു. അപ്പോൾ വിൻചേട്ടൻ പറയുകയാണ്, ഞാനിവിടെ ഈ സൈഡിൽ കാറൊന്നും ഇടുന്നില്ല, നിങ്ങൾ ഓടിക്കളിച്ചോളൂ. കാരണം കുട്ടികൾക്ക് ആകെ ഒരു കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, അവിടെ ഒരു 3-4 വണ്ടികൾ ഇട്ട് കഴിഞ്ഞാൽ നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചാഴൂർ ഷീറ്റൊക്കെ ഇട്ടതുകൊണ്ട് ഒരു വണ്ടി അവിടെ കൊണ്ടിടാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ വീഡിയോഗ്രാഫിയൊക്കെ ജിംബുവിൻ്റെയാണ്. ഇടയ്ക്ക് ജിംബു എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരാറുണ്ട് കേട്ടോ.
അപ്പം ഇതാണ് അവസ്ഥ. നമ്മൾ ഉള്ളിൽ കിടക്കണ പോലെ തന്നെ ആൾ മുറ്റത്തൂടെയൊക്കെ കിടക്കും. ആൾ മാത്രമല്ല കേട്ടോ, 2 ആൾക്കാരും 3 ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് മുറ്റം വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ് കേട്ടോ. സമയം 11 മണിയായി. നല്ല വിശപ്പുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. വിൻചേട്ടനെ അത് സ്മൂത്തി കൊടുത്തു. അപ്പു ഓട്സ് കഴിക്കുന്നുണ്ട്. കണ്ണന് സ്മൂത്തി കൊടുത്തു. അത് ഞാൻ വേറൊരു സംഭവം കാണിച്ചിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടികളിലൊന്നാണ് റെഡ് ചെമ്പരത്തി, നമ്മുടെ നോർമൽ ചെമ്പരത്തി. അപ്പൊ അത് ഷീബേച്ചി പ്രാവശ്യം കൊടുത്തിട്ട് ഞാൻ പൊഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് പൂവുണ്ടായിട്ടുണ്ടെന്ന് കാണിച്ചുതരാം. പിന്നെ ഞങ്ങൾ വന്നപ്പോഴേക്കും അമ്മ ഒരു അത്യാവശ്യമായിട്ട് അന്തിക്കാട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പീരീഡ്സ് ആണെങ്കിലും ഞാൻ തന്നെ മക്കളെ കുളിപ്പിച്ച് റെഡിയാക്കണം. വിൻചേട്ടനാണെങ്കിലും വണ്ടിയുടെ എന്തൊക്കെയോ ആവശ്യം സെറ്റാക്കാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് തൃപ്രയാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 12:30 ആയിട്ടുണ്ട് ആക്ച്വലി ഇവരൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്ക്. പിന്നെ പീരീഡ്സ് ആണെങ്കിലും ഇപ്പോൾ എന്താ ചെയ്യുക, എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഷീബേജ് ഒന്നിങ്ങനെ വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ജിംബു എൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻറ്റ് ഇട്ട ഡ്രസ്സാണ് കേട്ടോ. നല്ല തിരക്ക് വെച്ചാൽ നല്ല തിരക്ക്. ഇവിടെ ഒന്നും അമ്മയില്ല, നല്ല സമയം. പിന്നെ അപ്പൊ അപ്പൂനെ കുളിപ്പിച്ചു. ഇനി ഇതേ ജിംബുവിനെ കുളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഷാമ്പു ഇടുകയാണ് ഗൈസ്. എന്നും കൂടി ഷാമ്പു ചെയ്തിട്ടില്ലെങ്കിൽ രാത്രി ഒന്നും അവർ കിടന്നുറങ്ങില്ല. ചൊറിഞ്ഞിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസമല്ലേ തലനക്കുള്ളൂ. അപ്പൊ ഓക്കെ, ഇനി കണ്ണനെ കുളിപ്പിക്കട്ടെ, സോറി ജിംബനെ കുളിപ്പിക്കട്ടെ. അയ്യോ രാവിലെ തൊട്ട് ഇവർ അമ്പലത്തേക്ക് പ്ലാൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ 12:15 എന്തോ കഴിഞ്ഞിട്ടുണ്ട് ഇവർ അമ്പലത്തേക്ക് ഇറങ്ങിയപ്പോൾ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ ശരിക്കും കേരള പഴനിയൊക്കെ പ്ലാൻ ചെയ്തതാണ്. പിന്നെ ഞാൻ പീരീഡ്സ് ആയതുകൊണ്ട് തോന്നുന്നുണ്ട് അതൊക്കെ പ്ലാനൊക്കെ ഫ്ലോപ്പായി. ലാസ്റ്റ് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു. പിന്നെ ജിംബൻ്റെ ഉറക്കം കണ്ടപ്പോൾ അതും ഫ്ലോപ്പായി. പിന്നെ അവർക്ക് പറ്റുന്നൊരു അമ്പലം അവണങ്ങാടാണ്. അവിടെ ആകുമ്പോൾ പിന്നെ ഉച്ച സമയത്തേക്ക് എത്തിയാലും ഒരു കുഴപ്പമില്ല. അപ്പം അങ്ങോട്ടാണ് ഇപ്പോൾ അവർ പോകുന്നത് കേട്ടോ. അമ്പലത്തിൽ പോകുന്നുണ്ട്, എന്തൊക്കെ ചെയ്യാ, വേറെ ആരും റെഡിയാക്കാനില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുട്ടിച്ചാത്തനെ അതുകൊണ്ടൊക്കെ ക്ഷമിക്കാം. ആ താങ്ക് യു അപ്പൂസേ. കുട്ടിച്ചാത്തൻ എന്താ ചെയ്യാ? കുട്ടിച്ചാത്തൻ എന്ത് ചെയ്യും? എന്താ അതിന്റെ ഒരു എക്സാമ്പിൾ? കുട്ടിച്ചാത്തൻ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് നേടിത്തരും കുട്ടിച്ചാത്തൻ. ബിരിയാണി പിന്നെന്താ? ശരിക്കുള്ളതാ? എല്ലാ ദിവസവും ബിരിയാണി വാങ്ങിച്ചു കഴിക്കോ? എല്ലാ ദിവസം ജിംബു ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലേ? ഭഗവാനോട് അതിനെന്ത് ചെയ്യണ്ടെന്നറിയോ? നന്നായിട്ട് പഠിക്കുക, ജോലി വാങ്ങിക്കുക, ഇഷ്ടമുള്ള എന്ത് ബിരിയാണി മാത്രല്ലേ ഞൊക്കെ തളിച്ച് ശുദ്ധമായിട്ട് പോവാ. വിട്ടേ നോക്കട്ടെ. ഇനിയാണ് നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിങ് കേട്ടോ. നമ്മൾ വാച്ചിൻ്റെ അൺബോക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മക്കൾ ഇപ്പം നമുക്കൊന്നും തുറക്കാനൊരു ചാൻസും കിട്ടില്ല. മക്കൾ 3 ആളാണ് ഓരോ പാർട്സും പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് അൺബോക്സിങ്ങിൻ്റെ വീഡിയോ കാണാം കേട്ടോ. കുറച്ച് ബോറിംഗ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും എനിക്കിത് ഈ മൊമെൻ്റ് എന്നല്ല, ഇന്നത്തെ വീഡിയോ എനിക്ക് കുറേ സ്പെഷ്യൽ മൊമെൻറ്റുകളുണ്ട്. എനിക്ക് ശരിക്കും ഞാൻ ഷോർട്സിൽ പറഞ്ഞിരുന്നു വിൻചേട്ടൻ്റെ ബർത്ത്ഡേ എനിക്ക് അത്ര ഒരു ഹാപ്പി തോന്നിയില്ല. പക്ഷേ പിറന്നാൾ ആക്ച്വലി ഇറ്റ് വാസ് പെർഫെക്റ്റ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മൊമെൻറ്റുകളൊക്കെ ഒന്ന് ലാഗ് വരും കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. പഴയ ആപ്പിൾ വാച്ചിന്റെ ബോക്സ് കണ്ടുള്ളൂ. അതെയോ? അപ്പൊ സന്തോഷം. ഒക്കെ നോക്കാനായ അമ്മയുടെ ഒക്കെ നോക്കിയത്. വന്നിട്ട് പേരെ
ഇല്ലില്ല ഒന്ന് കാണിക്കാൻ പറ്റില്ല ഇഷ്ടം മറ്റേ സാധനങ്ങൾക്ക് നമുക്ക് പോക്കോ സമയമില്ല കളിക്കോ വെള്ളം കുറച്ച് മഞ്ഞൾ വെള്ളം പെട്ടെന്ന് തെളിച്ചോളാം അത് വേണ്ട സുഖം ഒന്നടിച്ചോട്ടെ ഒന്നടിച്ചോട്ടെ ആ പുണ്യാഹം ആ പൂജാരി വന്നു ആശാരിമാർക്കും പൂജാരിമാരാവാ ആശാരിമാരുടെ വീട്ടിൽ അമ്പലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെച്ച് ആ പിന്നെപ്പോ എന്താ അവിടെ തുടങ്ങുക കളിക്കുക അപ്പൊ കളിക്കണത് ചാണകം ഉണ്ട് ചിമ്പ അപ്പൊ ചാണകം വെള്ളം തെളിച്ചേ അതെന്താ സ്വപ്നം എന്നറിയോ എനിക്ക് ചൈതന്യം തൊടാനും പാടൊക്കെ അപ്പൊഴുണ്ടോ ഇപ്പൊ വീട്ടിൽ തൊട്ടതാവണ്ട അപ്പൊ അമ്മക്ക് ഓക്കെ ആ അമ്മക്ക് വരാൻ പറ്റില്ല അങ്ങനെ മക്കളെയൊക്കെ ഇതേ അമ്പലത്തേക്ക് വിട്ടിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുമ്പളങ്ങ പൊട്ടിക്കുവാണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഡെയിലി ഇടുന്നതുകൊണ്ട് ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് എല്ലാ മൊമെൻറ്റുകളും ഉണ്ടാവും ആക്ച്വലി വീഡിയോയിൽ. അപ്പോൾ ഒരു കുമ്പളങ്ങ കുറച്ചിങ്ങനെ താഴ്ന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ആ സീലിങ്ങിൻ്റെ മേലെ സീലിങ്ങിനല്ലേ പറയുക ഈ ജനലിൻ്റെ ഇങ്ങനത്തെ ഒരു ഭാഗമുണ്ട് അതിൻ്റെ മേലേക്കാക്കി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് സദ്യയുടെ ആക്ച്വലി അമ്മ സാമ്പാറല്ല ചോറും പായസമൊക്കെ അമ്മ പോകണ മുന്നേ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി കറികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓലൻ മാത്രമേ ഉള്ളൂ എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ പിള്ളേർ പോയി കഴിഞ്ഞിട്ട് പൊട്ടിക്കാന്നോണ്ടിരിക്കുക കാരണം നല്ല തിരക്കല്ലേ. അതിൻ്റെ പൊന്നും എനിക്കങ്ങ് വയ്യാതായിട്ടോ. ഈ പീരീഡ്സും കൂടെ ആയതുകൊണ്ട് തോന്നുന്നുണ്ട് നല്ല ടയേർഡായിരുന്നു ഞാൻ. പിന്നെ ഫുഡും കഴിച്ചിട്ടില്ല, അതാണ് ഏറ്റവും അതിനേക്കാൾ കൂടുതൽ ടയേർഡ്. അങ്ങനെ ദേ നമ്മളെ സദ്യ ഓലനുള്ള കുമ്പളങ്ങ വരെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പോലും ഒന്നും രാവിലെ മുതൽ ഇത് കഴിച്ചിട്ടില്ല, ആകെ കാപ്പി കുടിച്ചതാ. നല്ല സുഖം. ഓക്കെ ഞാൻ കണ്ണനെ കുളിപ്പിക്കട്ടെ, പാവം, അല്ലെങ്കിൽ അതിനൊരു സുഖം ഉണ്ടാവില്ല. അതും രാവിലെ എൻ്റെ ഒപ്പം നടന്നതല്ലേ. കണ്ണാ പാമ്പേഴ്സ് അടിച്ചിട്ടമ്മ അഴിച്ചേ, ഡ്രസ് അഴിച്ചേ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അമ്മ പറഞ്ഞേ, അമ്മ പറഞ്ഞേ. അയ്യോ വള്ളയാ കണ്ണിന് അമ്മന്റെ കണ്ണെഴുത്തരാട്ടാ, കണ്ണെഴുതി പൊട്ടോട്ട്. അയ്യോ പിറന്നാള് തന്നെയാണ് ആദ്യം ഭക്ഷണം കഴിക്കേണ്ടത്. പക്ഷേ ഉണ്ടല്ലോ പിറന്നാള് തന്നെ റെഡിയാക്കിയിട്ട് വയ്യാതായി. അപ്പൊ നമുക്ക് കഴിക്കാം. അങ്ങനെ എന്റെ ഈ അഭിപ്രായം കൂട്ടു നിൽക്കുന്നവർ ഡു കമന്റ്. ഞാനിട്ടില്ലെന്ന് ആകെ ഒരു ചായ കുടിച്ചിട്ട് ഇരിക്ക. എനിക്ക് ടേസ്റ്റ് നല്ല കുടിക്കാൻ ഞങ്ങൾ കൊളുത്തുള്ളൂ. ടേസ്റ്റ് വെച്ച് സമാധാനേ. അതിന് പിറന്നാളുകാരനൊക്കെ എപ്പോഴും എത്തുന്നാവല്ലേ. വെള്ളം കപ്പല് നമുക്ക് കൊറേ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വിശപ്പിന്റെ വെളിയിൽ ഒന്നും മുണ്ട്, കണ്ണനുമുണ്ട്.
ഇതൊരു സ്പെഷ്യാലിറ്റി എന്താ മുണ്ടിന് ഗൈസ്. ഇത് കണ്ണനുള്ള മുണ്ടാണ് കേട്ടോ. ഓക്കെ. ആ ഇപ്പുറത്ത് ഞാൻ കണ്ടില്ല സിപി. ആ കണ്ണ എടുക്കല്ലേ കണ്ണ പ്ലീസ്. മുണ്ട് കാണിച്ചരാ ചേച്ചി നോക്കണേ. ജിംബു ചേച്ചി, അപ്പു ചേച്ചി, വാമി ചേച്ചി, ഇഹു, കണ്ണൻ. ഓക്കെ, കണ്ണനുള്ള മുണ്ടാണ് കണ്ണ ഇത്. കാണിച്ചുതരാം. ചേച്ചി കണ്ട സി, ഇത് ജിംബു, ഇത് അപ്പു, ഇത് വാമി, ഇഹു, കണ്ണൻ. ഇഷ്ടായ? ഇത് ജിംബു ചേച്ചി, ഇത് അപ്പു ചേച്ചി, ഇത് വാമി ചേച്ചി. കണ്ണ 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 കിട്ടി നോക്കണ്ട. എണീറ്റിട്ട് മൂത്രം എടുത്തിട്ടാ പാകണം നോക്കാം. ഇങ്ങനെയാണോ? ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് വട്ടം വട്ടം നാരങ്ങ ചെത്തി ചെത്തി തിന്നുമ്പോൾ എന്റെ ശീതമിണ്ടാത്ത. നോക്കി, 4 ചേച്ചിമാരും കുഞ്ഞനിയനും. സിബില, താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആള് ആക്ച്വലി എന്നോട് പറഞ്ഞിരുന്നു. ഓ സെക്കൻഡ്, എനിക്ക് കണ്ണന് സ്റ്റിക്കർ തരാം കേട്ടോ. മറ്റേ സ്റ്റിക്കർ തരാം. നോക്കിയത് സ്റ്റിക്കർ ഉണ്ട്. നോക്കിയേ, സ്റ്റിക്കർ എവിടെ നോക്കിയേ. എന്നോട് ആൾക്ക് മുണ്ടെടുക്കണമെന്നിട്ട് അറിയാം. അപ്പൊ അമ്മയ്ക്ക് കാര്യം കാണിച്ചു തരാം. സിബില ഓഡിയോ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. ഇത് ശരിയാവോന്ന് എനിക്കറിയില്ല, കാരണം ഇതിൽ കുറച്ച് കൂടുതൽ അംഗങ്ങൾ ഉണ്ടല്ലോ. ഒരാളല്ലെങ്കിൽ 2 ആൾക്കാരൊക്കെയാണ് അതിൽ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ 4 ചേച്ചിമാരുടെ അനിയനാണ്, അപ്പൊ എനിക്ക് മേക്ക് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. അപ്പൊ ആള് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോ ആളെന്നോട് പറഞ്ഞത് പെയിന്റിങ് ആണ്, എത്രമാത്രം ഫേസ് ഒക്കെ കറക്റ്റ് ആണെന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം കുറെ ആൾക്കാരുണ്ടല്ലോ, 4 കുട്ടികളുണ്ടല്ലോ, 5 പേരുണ്ടല്ലോ ടോട്ടല്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ണെന്ന് ഉറങ്ങട്ടെ, ഉറങ്ങിക്കഴിഞ്ഞ് എണീച്ചിട്ട് ഉറങ്ങണ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ കണ്ണെന്ന് ഉറക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ. പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടത്തില്ല കേട്ടോ. കണ്ണൻ ഉറങ്ങിയില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലിപ്പ് കാണാം. നോക്കിയേ, അഞ്ഞു കണ്ണു തുറന്നത്. ഇത് തിരിച്ചു വെക്കണേ. ഞാൻ തിരിച്ചു വെക്കാം. അമ്മ കണ്ണടക്കി കണ്ണ് തുറക്കരുത് കേട്ടോ. കള്ളത്തി കണ്ണ് തുറന്നു. എങ്ങനെയുണ്ട്? ഇതൊക്കെ ഇത് ജിംബു, ഇത് അപ്പു. വാമിക്കും ഉണ്ടല്ലോ ഇങ്ങനെ കുറച്ച് മുടി. അപ്പൊ ഞാൻ വാമിയുടെ ഒക്കെ ഫോട്ടോ. ഇത് ഇഹക്കുട്ടി, ഇത് കണ്ണൻ. അതാ എനിക്ക് ഇതൊന്ന് തിരക്ക്. അതെയാ? ഇങ്ങനെ കണ്ണന് ഉറങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കിയതോടുകൂടെ ഞാൻ നമ്മളെ വണ്ടി പോയപ്പോണ്ടല്ലോ, വണ്ടിയുടെ അടിയിൽ ഇങ്ങനെ കുറെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വാഷ് ചെയ്തിട്ടൊക്കെ. അത്ര പൊടിയില്ല, എന്നാലും ഈ കുട്ടികൾ താഴെ കിടന്ന് മുറ്റത്ത് കിടന്ന് ഉരുളും മറിയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഒന്ന് പ്രഷർ പമ്പ് എടുത്തൊന്ന് കലക്കിയേക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഗൈസ് ഞാൻ വിചാരിച്ചു ബൈക്കും ജാഗോറും കൂടെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു, കാറും കൂടെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കാരണം അഴുക്കുണ്ട് അതിൻ്റെ മേലെ കൂടെ. പിന്നെ പ്രഷർ പമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി. പക്ഷേ എന്തോ ഒരു ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം ആ ഒരു കാറിൽ യൂസ് ചെയ്യുന്നൊരു ഷാമ്പൂ ഉണ്ട്, അപ്പോൾ അത് ആക്കാൻ നോക്കി. അത് ആക്കാനും പറ്റിയില്ല. ഇതാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങ് പ്രഷറായിട്ട് വരുന്നില്ല. സോഫ്റ്റ് ഹാർഡ്, ഇനി അതാണ് സോഫ്റ്റ് ഹാർഡ് എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ എന്തോ എടുത്തപ്പോൾ അതങ്ങ് എന്താ പറയുക,
അത് ലൂസായിപ്പോയി. പിന്നെ അത് വെക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഞാൻ ചില്ലറ പണിയൊന്നുമല്ല നോക്കിയത്. ഞാൻ അത്രമാത്രം എഫേർട്ട് എടുത്തു. പക്ഷേ എന്ത് പറ്റുന്നില്ല. ആ ഒരു ടെക്നിക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് എങ്ങനെ വെച്ച് കഴിഞ്ഞാലും അത് കറക്റ്റ് അങ്ങോട്ട് ടക്കായിട്ട് ഇരിക്കുന്നില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ അച്ഛനും മക്കളൊക്കെ തിരിച്ചു വന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12:30 ഇവിടുന്ന് പോയി അമ്പലത്തിൽ പോയിട്ട് നേരെ തൃശ്ശൂർ പോയിട്ട് ഓഫീസിൽ പോയിട്ടൊക്കെയാണ് ഒരു ആൽബം ഡെലിവറി ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെ വരുന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ സമയം വൈകിയത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇവർ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ വേഗം നിർത്തി. ഇനിയിപ്പം അടിച്ചു വാരൽ ആക്ച്വലി ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഞാൻ. ഇവർ വന്നപ്പോൾ തന്നെ ഞാൻ വേഗം അത് പമ്പൊക്കെ നേരെ വേഗം എടുത്ത് വെച്ച് വേഗം അടിച്ചു വാരുകയാണ് കേട്ടോ. ഈ വരില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇല എടുക്കാൻ ഒന്നിനും പോയിട്ടുണ്ടായില്ല. കുളിക്കലൊക്കെ ഞാൻ പതിയാവാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. വരുന്ന സമയത്ത് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഷടപടേ എന്നുള്ള പരിപാടിയാണ്. കാരണം അടിച്ചു വാരി ഇനിയിപ്പം എനിക്ക് വേഗം പോയി കുളിക്കണം, ഇല മുറിക്കണം. ഇല പിന്നെ അമ്മ മുറിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിനി കുളിക്കണം. അതിന് മുന്നേ നമ്മൾ മുണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുണ്ട് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അവരുടെ പേജ് അതിൽ ടാഗ് ചെയ്യാം. ഞാൻ മറ്റേതിൽ കാണിക്കുന്ന സമയത്ത് ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവർ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു സിബി. എനിക്ക് നല്ല ഇഷ്ടമായി. ആൾക്ക് ഞാൻ മെസ്സേജ് ചെയ്തിട്ടില്ല കേട്ടോ ഡെലിവേർഡ് ആയിട്ടുള്ളത്. കണ്ണുറക്കല്ലേ? അല്ല ഇപ്പൊ ഇത് കണ്ണിന് ആക്ച്വലി. പക്ഷെ കണ്ണുറക്കല്ലേ? കണ്ണന്റെ മുമ്പിൽ ആരൊക്കെയാ? ജിംബ ചേച്ചി, അപ്പ ചേച്ചി, ബാമി, ഇഹു, കണ്ണൻ. ഓക്കെ അല്ലേ കണ്ണ? കാണില്ല എല്ലാരും കാണില്ല. പിന്നെ അപ്പു, ബാമി, ഇഹു, കണ്ണൻ. ആകസ്മികമായി ബ്ലൂ ആയി. വിട്ട് എന്റെ അടുത്ത് ഓർഡർ ഞാൻ അപ്പഴത്തെ അഴിച്ചേക്കും ചെയ്യും കേട്ടോ. അങ്ങനെ ഇതേ കുളിച്ച് സുന്ദരി കുട്ടിയായി. പീരീഡ്സ് ആണെങ്കിലും എന്താ, ഞാനിത് ആക്ച്വലി വിനിച്ചേട്ടൻ്റെ പിറന്നാളിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ച ഡ്രസ്സാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു 300 ആ ഒരു സംതിങ് പ്രൈസിലാണ്. എനിക്ക് ആക്ച്വലി എന്താ പറയുക, എനിക്ക് ഇങ്ങനെ കുർത്തയാണ് ആക്ച്വലി ഇഷ്ടം കേട്ടോ. കുർത്ത നോർമൽ പാൻസാണ് എനിക്ക് ആക്ച്വലി വീട്ടിലിടാൻ ഭയങ്കരമായിട്ട് ഇഷ്ടം. പിന്നെ നൈറ്റി ഓഫ് കോഴ്സ് ആയിട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നൈറ്റിയാണ് അതിനേക്കാൾ സുഖം. അപ്പം നമ്മൾ പിറന്നാൾ കുട്ടിയൊക്കെ ഇതേ ഇരിക്കുകയാണ്. ചേച്ചിമാരൊക്കെ വിളിച്ചിട്ട് അവരിയ്ക്കുകയാണ്. ഞാനിരിക്കുന്നില്ല, ഞാൻ തൊട്ട് ഇപ്പുറത്താണ് ഇരിക്കുന്നത്. വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. കാരണം വിളക്കിൻ്റെ മുന്നിലല്ലേ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ പിന്നെ ഈ പീരീഡ്സ് ആകുമ്പോൾ അതും ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ എനിക്ക് ഒട്ടും കംഫർട്ടല്ല. അപ്പം ഞാൻ അവിടെ കൂടെ ഒന്നും ഇരുന്നില്ല. അപ്പം അവർ കഴിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഇഷ്ടംപോലെ ബാക്കിയുണ്ടാവും. അപ്പൂൻ്റെയിലും ചിമ്പൂൻ്റെയിലും ഒക്കെ. വിൻചേട്ടൻ്റെ ബാക്കി കഴിക്കാനാണ് ആക്ച്വലി എൻ്റെ എയിം. കാരണം എപ്പോഴും അത് സാധിക്കാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിൻചേട്ടൻ്റെ ബാക്കിയൊക്കെ കഴിക്കാൻ. എനിക്ക് അങ്ങനെയുണ്ടോ ഭർത്താക്കന്മാരുടെ ബാക്കി ഇലയിൽ നിന്നൊക്കെ പ്ലേറ്റിൽ നിന്നൊക്കെ ബാക്കി കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് പിറന്നാൾ സദ്യയുടെ ബാലൻസ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്താ പറയുക, വെരി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പിറന്നാൾ ഡേ ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി അമ്മ പറഞ്ഞു വിളക്കൊക്കെ എടുത്ത് വെക്കുമ്പോൾ കണ്ണൻ അലമ്പ് കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കണ്ണൻ അങ്ങനെ ഒന്നും കാണിച്ചില്ല കേട്ടോ. കണ്ണന് കുഞ്ഞാണ് സമയത്ത് ഈ വിനിച്ചേട്ടൻ എപ്പോഴും ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ കപ്പ് സൈഡിൽ വെക്കും. വിനിച്ചേട്ടൻ അങ്ങനെ സോഫയിൽ കിടന്ന് ചായ കുടിക്കും, കുറച്ചാൾ വെക്കും, അങ്ങനെയൊക്കെയാണ്. കുഞ്ഞാകുമ്പോൾ ഇവനൊരു ദിവസം ചൂടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ വിരലിട്ടു. അന്ന് അവന് മനസ്സിലായതാണ് കേട്ടോ ഇത് ചൂടുള്ളതാണ്. അപ്പോൾ ചൂടെന്ന് പറയുമ്പോൾ ആൾക്ക് അറിയാൻ കറക്റ്റ്. അപ്പോൾ വിനിച്ചേട്ടൻ പറയുന്നത് നിങ്ങൾ എവിടേക്കും വിളക്ക് മാറ്റി വെക്കണ്ട, അവിടെ തന്നെ വെച്ചോളൂ, ആൾക്കത് മനസ്സിലായിക്കോളുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടായി കേട്ടോ. ആൾ കറക്റ്റ് ആ ഭാഗത്തേക്കൊന്നും പോവാതെ കറക്റ്റ് നിന്നു. അതുകൊണ്ട് എന്താ പറയുക, വിളക്കൊന്നും എടുത്ത് വെക്കേണ്ടതൊന്നും വന്നില്ല. അപ്പോൾ ഇനി കുറച്ച് സദ്യയുടെ വിശേഷങ്ങൾ കാണാൻ. അങ്ങോട്ട് വെക്കാനുള്ളൂ. അപ്പൊ നിക്കടാ. കുഴപ്പമില്ല. ഞാൻ പോവോ മാരി എടുത്തിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് ആക്കിയെന്ന കാര്യം കഴിഞ്ഞു. എന്നിട്ട് കഴിക്കാം. കണ്ണു ഇണ്ട കഴിക്കണേ. ഇഷ്ടായി സദ്യ കണ്ടോ? ഹായ്
കഴിച്ചു. കണ്ണന് എന്തൊരു അപ്പിയുടെ മണം. ഓ എന്റെ കണ്ണോ. ഓ ചിക്കൻ കാല് കടിക്കണ പോലെ എന്നൊക്കെ കടിക്കണ കണ്ണ. ശർക്കര വരട്ടി. അവൻ ആദ്യമായിട്ട് ശർക്കര വരട്ടി കഴിക്കണ. എന്താ ഇഷ്ടായേ? കളിക്കണം. സാമ്പാറ്. മസാലക്കറി നിനക്ക് ഇഷ്ടായ? നല്ല രസമുണ്ടല്ലേ? നീ ആദ്യമായിട്ട് കഴിക്കണം. അവിയലോ? നല്ല ഇഷ്ടായി. ഓ ഷീബേച്ചി ഇന്നത്തെ ഫുഡ് സെറ്റ്. അയ്യോ അത് വല്ല കൊപ്രയുടെ പോലെ ആയിട്ടുണ്ട്. അതേ അച്ഛനും മക്കളൊക്കെ അടിപൊളിയായിട്ട് സദ്യ കഴിച്ചു. അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് ഭക്ഷണമൊക്കെ. അപ്പോൾ അതേ അപ്പൂൻ്റെയും ജിമ്പൂൻ്റെയിലും മിനിച്ചേട്ടൻ്റെയിലും എല്ലാവരുടെയും കുറേ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ആരുടെ അടുത്ത്? അമ്മ അപ്പൂൻ്റെ അടുത്തു. ജിമ്പൂൻ്റെയിൽ പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മിനിച്ചേട്ടൻ്റെ ബാക്കിയാണ് ഗൈസ് കഴിച്ചത്. അപ്പം ഷീബേച്ചിക്ക് ഒരില വേണമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ജോഷിയേട്ടൻ്റെ പറമ്പിൽ നിന്ന് ഒരു ഇല എടുത്ത് നമ്മളെ വാഴയമ്മൽ ഞാൻ പറയാനുള്ള ഒരു കരിക്കുകേട് പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചുളുങ്ങി കിടക്കുക. അപ്പോൾ പിന്നെ ഞാൻ ജോഷിയേട്ടൻ്റെ പറമ്പിൽ നിന്ന് ഒരു വാഴയില എടുത്തു കേട്ടോ. എന്നിട്ട് ആൾക്ക് ഷിബേച്ചിക്കാണെങ്കിൽ താഴെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇലയൊക്കെ എടുത്ത് മേലെ കൊണ്ടിട്ടു. എന്നിട്ട് ഞാൻ വിളമ്പി കൊടുക്കുക കേട്ടോ. ആൾ ശരിക്കും വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാറില്ല. ജസ്റ്റ് കഞ്ഞി എന്തെങ്കിലും തോരനുണ്ടാക്കി മാത്രമേ കഴിക്കുള്ളൂ. ആൾക്ക് യൂറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ആളങ്ങനെ ഒന്നും കഴിക്കില്ല. അവിയൽ കഴിക്കില്ല, ക്യാബേജ് ഒന്നും കഴിക്കില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു പപ്പായ മാത്രമേ ആൾ കഴിക്കാറുള്ളൂ. പപ്പായ ഉണ്ടെങ്കിൽ ആൾ തോരൻ കഴിക്കും. അപ്പോൾ ഇന്നിപ്പം അല്ലെങ്കിലും സദ്യ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കണേ. മക്കളെയും കഴിക്കൽ കഴിഞ്ഞ് മക്കൾ പായസമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല യമ്മി ആയിരുന്നു കേട്ടോ. ശരിക്കും ഒരു ഓണസദ്യ കഴിച്ചൊരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇപ്പം അടുത്ത ടാസ്ക് എന്തായിരിക്കും? എല്ലാവർക്കും വീതം കൊടുക്കുക അല്ലേ? പായസം കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കാനൊക്കെ ആയിട്ട്. കറികളൊക്കെ കുറേശ്ശെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അടുത്ത ദിവസത്തേക്കൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും പിന്നെ അതങ്ങ് കഴിക്കില്ല. അപ്പോൾ അതൊക്കെ ഓണത്തിന് നമുക്ക് ഇനി ബാക്കി കഴിക്കാം. അപ്പം നമ്മൾ ഇപ്രാവശ്യം പിറന്നാളിന് കുറച്ച് കറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ പായസം ഷീബേച്ചിക്ക് കുറച്ച് കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെസ്തയ്ക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് കുറച്ച് കൊടുത്തു. ഷീബേച്ചിയുടെ ചേട്ടനുള്ളത് കൊണ്ട് ആൾക്കെല്ലാം ഞാൻ കുറച്ചായിട്ട് എല്ലാം പപ്പടം മാത്രം കൊടുത്തില്ല. ബാക്കി എല്ലാ ആൾക്കും കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങി. എനിക്ക് എന്ത് പറ്റുന്നില്ല, ഞാൻ നല്ല ഡെഡ്ലി ഉറക്കമായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നല്ല വീഡിയോ പോലും ചെയ്യാൻ പറ്റാതിരുന്നത്. കാരണം എനിക്ക് വോയിസ് ഓവർ ചെയ്യാനുള്ള ഒരു വോയിസ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ന് ലേറ്റ് ആവാതെ തന്നെ വിൻചേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് ഓൾറെഡി വെജിറ്റബിൾ സദ്യ ആയിരുന്നില്ല. അപ്പോൾ രാത്രിക്ക് എന്തെങ്കിലും നോൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പം ചിക്കനാണെങ്കിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പം എഗ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു നോർമൽ തട്ടുകട സ്റ്റൈലിലൊരു ഓംലെറ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യണത് തന്നെ ആയിരിക്കും. പക്ഷേ എങ്കിലും ഇങ്ങനെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാം. ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ഉപ്പിടുക. പിന്നെ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഞെരടിയിട്ട് അതും കൂടി ഇടുക. പച്ചമുളക് ഇടുക കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. നല്ല ഹൈ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിടുക കേട്ടോ. എന്നിട്ട് എന്താ പറയുക, ഒന്ന് നന്നായിട്ട് കട്ടി ലെയർ അല്ലാതെ ഒരു തിൻ ലെയറായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കുരുമുളക് പൊടി ഇടുക. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ ഫ്ലെയിം കൂടിയിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് സാരമില്ല. എന്താ സംഭവം ഉണ്ടായെന്നറിയോ? ഒന്ന് ഇൻസ്റ്റയിലൊന്ന് നോക്കാൻ പോയി. ഞാൻ കഴിക്കാം. കുഴപ്പമില്ല. This is so nice. ചേട്ടന് കുറച്ച് എക്സ്ട്രാ ഞാൻ പറഞ്ഞ സെയിം റെസിപ്പി തന്നെയാണ്. ഒരു 2 മുട്ടയുടെ റെസിപ്പിയും പറയാം. 2 മുട്ട അതിലേക്ക് ഉപ്പിടുക. എന്നിട്ട് പച്ചമുളക് നന്നായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിടുക കേട്ടോ വട്ടത്തിൽ. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്നതിനേക്കാട്ടിലും ആക്ച്വലി ഈ വർക്ക്സാണ് ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ. എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് അതിലേക്ക് അങ്ങ് ഒഴിക്കുക. ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് തിന്നായിട്ടുള്ള ലെയർ കിട്ടുക. എന്നിട്ട് നല്ല എന്താ പറയുക, നൈസായിട്ട് പൊടിച്ച കുരുമുളക് പൊടി അതിൻ്റെ മേലെ ഇങ്ങനെ നന്നായിട്ട് തൂക്കി കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എൻ്റെ പൊന്നോ യമ്മി. ഇത് ചെയ്യുമ്പോൾ മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത്രയും
എന്താ പറയുക, ഒരു സോഫ്റ്റ് ആവണ സമയത്ത് തന്നെ ഫ്ലിപ്പ് ചെയ്യുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ നല്ല യമ്മി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡു കമൻറ്റ് കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. എടോ ഫുഡ് റെഡി. ഓ അങ്ങനെ ആക്ച്വലി ഫുഡ് കഴിക്കാനൊക്കെ ഒരുമിച്ച് ഇരുന്നു, എങ്കിലും വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ വിൻചേട്ടൻ വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് എണീറ്റ് ഓടിപ്പോയി. കാരണം കണ്ണൻ ഞങ്ങളെ ശല്യപ്പെടുത്തി അലമ്പാക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം അപ്പു ആണെങ്കിൽ എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു 2 ബൗൾ പായസം കുടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പു നൈറ്റ് ഒന്നും കഴിക്കില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ അപ്പൂനും ഒന്നും കൊടുത്തിട്ടില്ല. കണ്ണനെ പിന്നെ ഞങ്ങൾ കൂടെ കുറച്ചൊക്കെ ഇരുന്ന് കഴിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ണനെ അപ്പൂനെയും വിൻചേട്ടൻ നോക്കും, ഞാനും ജിമ്പും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് കണ്ണനിപ്പോൾ ഭയങ്കര യോഗാരംഭോ പാട്ടൊക്കെയാണ്, ഭയങ്കര യോഗയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിന് ഇവരൊക്കെ ചേച്ചിമാർ ചെയ്യണ കണ്ടിട്ട് ആയിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരൊന്നും ചെറുപ്പത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ കണ്ണൻ ഈ കുഞ്ഞ് എത്രയോ നാൾ മുന്നേ തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടികളൊക്കെ. ഇത് ആക്ച്വലി അടിപൊളിയായിട്ടുണ്ടല്ലേ. ശരിക്കും കണ്ണന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കണ്ണൻ ചിരിക്കായിരുന്നു. കണ്ടാ വരുന്ന വരവ് നോക്കി ഭയങ്കര ഹാപ്പി ആയിട്ടോ ആള്. പുഷപ്പെടുത്തു, കണ്ണാടിയിൽ കുടുങ്ങിയില്ല, കത്ത് നിന്നു അല്ലേ? കണ്ണനല്ലേ മുട്ട കഴിക്കണ്ടേ? നിങ്ങൾ വലുതായ അങ്ങനെ ഇനി കുറച്ച് ഡാൻസ് പരിപാടികൾ കാണാം. ശരിക്കും ഡാൻസ് എന്താ പറയുക, കളിക്കണ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഇവരെല്ലാവരും കണ്ണനും ഇഹക്കുട്ടി അല്ലാത്ത ബാക്കി ഇവർ 3 പേരും ഭയങ്കര ഡാൻസിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ആണെങ്കിലും ടി വിയിൽ പാട്ടൊക്കെ വെച്ച് എന്തായിരുന്നു അറിയോ ഡാൻസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കണ്ണനും കളിക്കാൻ തുടങ്ങി, അതായത് വലിയ കുട്ടികളായി മക്കളൊക്കെ. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇന്ന് രാത്രി കുറച്ച് കിടക്കാൻ പോയിട്ട് കുറച്ച് വീഡിയോകളും കാര്യങ്ങളും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ഉള്ളൂ. പിറന്നാൾ എന്തായാലും അടിപൊളിയായി. രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചു. കണ്ണനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. കാരണം മസാലക്കറി പിള്ളേരൊക്കെ എല്ലാവരും കറികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ എരിവ് ഒന്നിലും ഇടാറില്ല കേട്ടോ കൂടുതൽ. അപ്പോൾ എല്ലാവർക്കും മക്കൾക്കൊക്കെ കഴിക്കാവുന്നതാണ് കറികളൊക്കെ. അപ്പോൾ കണ്ണനൊക്കെ മസാലക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് പിറന്നാൾ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി രാത്രിയിൽ കുറച്ച് കുഞ്ഞു ക്ലിപ്സ് കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആയി കേട്ടോ. ചോദ്യം ചോദിക്കാം. നീ ഇതിനെ ചിരിക്കണത് അപ്പോ? അപ്പൂന്റെ പേര് പറഞ്ഞിട്ടാണോ? ജിമ്മിന്റെ കാല് കാണുന്നുണ്ട് കേട്ടോ. What is your happiness? Appu, what is your happiness? Tell me. കാല് മാറ്റി ജിമ്പോ, കാല് ഫോണില് നടക്കണം. Your dad? ബാഡാവുണ്ടെന്നു. അച്ഛയാണ് നിന്റെ ഹാപ്പിനെസ് അല്ലേ? അപ്പൊ ഞങ്ങളൊന്നും ആരുമല്ല അല്ല പോയെ. അപ്പൂന് അതാണ് അറിയുന്നത്. എന്റെ ഹാപ്പിനെസ്. നീ എന്തെങ്കിലും ചിരിക്കണം അപ്പോ? My home. നീ വിചാരിക്കണോ എന്നെ പറയണത്? അപ്പു വിചാരിക്കണ അപ്പൂനെ പറയണത്. കണ്ണനെ പിന്നെ ബോധമില്ല. What's your happiness? Tell me. അയ്യേ അപ്പൊ അപ്പൊ അമ്മേനെ ആർക്കും ഇഷ്ടല്ലേ? അതന്നെ, അങ്ങനെയാണ്. എന്തീ തലം ചൊറിഞ്ഞിരിക്കണേ? അമ്മയുടെ ഹാപ്പിനെസ് ആക്ച്വലി ചീത്ത പറയരുത്, കരയൊന്നും ചെയ്യരുത്. നിങ്ങളാണ് എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ അച്ഛൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളെപ്പോഴും ഉള്ളത്. പക്ഷെ നിങ്ങള് കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഉള്ളത്. സന്തോഷായില്ലേ? അതന്നെ പറഞ്ഞത്, നിങ്ങള് കഴിഞ്ഞിട്ടാണ് അച്ഛനുള്ളത്, അച്ഛൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളുള്ളത്. എന്താണ് അമ്മയുടെ ഹാപ്പിനെസ്? അപ്പു എങ്ങനെ?
എന്നാ നീ പറഞ്ഞേ, നിനക്ക് അപ്പൂനെ കണ്ണനെ അച്ഛനെ ഇഷ്ടം? കണ്ണനെ അച്ഛനെയും പറയും, അല്ല അപ്പൂനെ അച്ഛനെയും പറയും. കണ്ണൻ അറിയില്ലല്ലോ. വീഡിയോ ഒക്കെ റെക്കോർഡായിട്ടാകാം, വെറുതെ കാണുവേ. പറയൂ ജിംബു. അപ്പൂനെയും പിന്നെ ഞാൻ ചോദിക്കാൻ പാടില്ല കണ്ണന്റെ വലുതായി ഹാപ്പിനെസ് ആൾക്കാരല്ല, നമുക്ക് എന്ത് മൊമെന്റിലാണ് ജിംബുവിന് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടാറ്? എന്റെ സന്തോഷം അറിയോ, എവിടെയൊക്കെ പോയത് വീട്ടില് വന്നിരിക്കുമ്പോ ആ സോഫയിലൊന്നും കിടക്കുമ്പോ. ഓ, എല്ലാവരും ഹാപ്പിനെസ് ആണ് അപ്പുവിന്റെ ഹാപ്പിനെസ്. നീ ജിംബുവിന്റെ ഹാപ്പിനെസ്സോ? ഹാപ്പിനെസ് എല്ലാരും ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിരുന്നു, അപ്പു ഹാപ്പിയാണ് അല്ലേ? അത് പൊളിച്ചപ്പോ നല്ല നെറ്റി ഇടിച്ചു. അപ്പൊ ശരിക്കും ബൈ. അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ ശരിക്കും ഗുഡ് നൈറ്റ്. അപ്പൊ ഗൈസ് കമന്റ് യുവർ ഹാപ്പിനെസ്. കണ്ണന്റെ ഏറ്റവും ഇഷ്ടമുള്ള ചേച്ചിയാണോ? ചേച്ചാന്ന് വെച്ചാ എല്ലാരും മുച്ചു 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 അവനെയാണ് ഇഷ്ടം. അവൻ സെൽഫ് ലവ് ആണ്. കണ്ണന് സെൽഫ് ലവ്. മുച്ചു മുച്ചു